ഹലോ, നമസ്കാരം, നമസ്തേ ആൻഡ് വണക്കം. ഇന്ന് ഞാൻ പറയാൻ പോണത് ബേസിക്കലി റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയാണ്. തംബ്നെയിൽ കണ്ടിട്ട് ആണല്ലോ നിങ്ങളെല്ലാം വന്ന്. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് യു കെയിൽ ലോട്ട്സ് ഓഫ് നഴ്സസ് ആർ വാണ്ടഡ്. റിക്രൂട്ട്മെൻറ്റ് ഇങ്ങനെ നടക്കുകയാണ്. ബേസിക്കലി ബിക്കോസ് ഓഫ് ബ്രെക്സിറ്റ് ആൻഡ് ഈ കോവിഡ് സിറ്റുവേഷൻ ആയ കാരണം കുറേ വേക്കൻസീസ് ഉണ്ട്. ഫോറിൻ നഴ്സസിനെ കുറേ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, മെയിൻലി ഫ്രം ഇന്ത്യൻ നഴ്സസ്. കുറേ പേരെല്ലാം കൊണ്ടുവന്നു. ഈ 2019 ഡിസംബറിൽ കുറേ നഴ്സസ് വന്നു, ഈ ടെൽഫോർഡ് ആൻഡ് ഷൂസ്ബറി ട്രസ്റ്റ്. അത് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെയാണ് ഞാൻ ജോലി ചെയ്യണം. പക്ഷേ ഇപ്പം ലോട്ട്സ് ഓഫ് മൂവ്മെൻറ്റ്, ഇൻറ്റേർണൽ മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. കുറേ സിസ്റ്റർ പോസ്റ്റും എല്ലാം കിട്ടി. കുറച്ച് പേര് അങ്ങനെ പോയി. പിന്നെ വന്നവരെന്നെ, പുതിയ നഴ്സസ് വന്നവരെന്നെ വേറെ വാർഡിലേക്കെല്ലാം പോയി. അപ്പം സ്റ്റിൽ ഏജൻസി നഴ്സസ് ആണ് കവർ ചെയ്യണേ. അബൌട്ട് 176 നഴ്സസ് ഫസ്റ്റ് ബാച്ചിൽ വന്നു. പിന്നെ 30 നഴ്സസ് ANEയിലേക്ക് റിക്രൂട്ട് ചെയ്തു. അപ്പം ടോട്ടൽ 200 and odd നഴ്സസ് ഓൾറെഡി ടെൽഫോർഡ് ആൻഡ് ഷൂസ്ബറി ട്രസ്റ്റിലേക്ക് വന്നു. ബട്ട് സ്റ്റിൽ ഏജൻസി നഴ്സസ് ആണ് ലോട്ട്സ് ഓഫ് ഷിഫ്റ്റ്സ് കവർ ചെയ്യണേ. ഏജൻസി നഴ്സസ് എന്ന് പറയുമ്പം അവരുടെ പേ ഡബിൾ ഓർ ഈവൻ ട്രിപ്പിൾ ഓഫ് ദ സബ്സ്റ്റാൻറ്റീവ് നഴ്സസിന് ട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനിയും കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട്. അപ്പം അത് കാരണമാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച. ഒരു മാർക്സ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ് ഒരു ഏജൻസി, റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ്. അവർ നോട്ട് ഓൺലി നഴ്സസ്, നഴ്സിംഗ് സ്റ്റുഡൻസ്, മെഡിക്കൽ സ്റ്റുഡൻസ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അത് ഏരിയാസ് കുറേ റിക്രൂട്ട്മെൻറ്റ് അവർ ചെയ്യുന്നുണ്ട്. അപ്പം മോസ്റ്റ് ഓഫ് ദ ഷിഫ്റ്റ്സ് കവർ ചെയ്യണത്, എസ്പെഷ്യലി നൈറ്റ് ഷിഫ്റ്റ്സ് കവർ ചെയ്യണത് ഇപ്പം ഏജൻസി നഴ്സസ് ആണ്. ഡേ ഷിഫ്റ്റ് സബ്സ്റ്റാൻറ്റീവ് നഴ്സസിനെ വെച്ച് കവർ ചെയ്യുന്നു. ബട്ട് അവർക്ക് കൊടുക്കുന്നത് ഡബിൾ ഓർ ഈവൻ ട്രിപ്പിൾ സാലറിയാണ്. അപ്പം ദേ ആർ തിങ്കിങ് ഓഫ് റിക്രൂട്ടിംഗ് മോർ ഈ ട്രസ്റ്റിൽ തന്നെ, ടെൽഫോർഡ് ആൻഡ് ഷൂസ്ബറി ട്രസ്റ്റിൽ തന്നെ. പിന്നെ വേറെ കെറ്ററിംഗ് ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് അവിടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അത് ഈ 8th and 9th of March അവിടേക്ക് ഇൻ്റർവ്യൂസ് ഉണ്ട്. അപ്പം യു ക്യാൻ സെൻഡ് യുവർ CVs ആൻഡ് എവറിഥിങ് ത്രൂ മാർക്ക് ഇൻ്റർനാഷണൽ. അവർ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ്. ഷൂസ്ബറിയിലാണ് അവർ ബേസ് ചെയ്തേക്കണത്. വെൽവിൻ ആക്സ എന്ന് പറയുന്ന അവരാണ് അവിടുത്തെ ഡയറക്ടർ. ഹീസ് എ മലയാളി. അപ്പം അവർ നിങ്ങളുടെ CVs എല്ലാം നോക്കി അവർ ഈ ഫെസിലിറ്റേറ്റ് ചെയ്യും. അപ്പം ഒന്നും കൂടി എളുപ്പമുണ്ട്. ബട്ട് ഓൾ ദ ഇൻ്റർവ്യൂസ്, എവറിഥിങ് വിൽ ബി ഹെൽഡ് ബൈ ദ NHS. അവരാണ് NHS മാനേജേഴ്സ്, വാർഡ് മാനേജേഴ്സ്, ഏത് വാർഡിലേക്ക് എപ്പം വേണം, സർജിക്കൽ ഏരിയ അല്ലെങ്കിൽ മെഡിക്കൽ ഏരിയ, ഏത് വാർഡിലേക്ക് ആയാലും അവരാണ്, അവിടുത്തെ വാർഡ് മാനേജറാണ് നിങ്ങളെ ഒന്നില്ലെങ്കിൽ സ്കൈപ്പോ സൂമിൽ കൂടെ ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പോൾ ആ പ്രോസസ്സ് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യണത് ഈ ഏജൻസി, NHS ഡയറക്റ്റ്ലി ആണ് ഇൻ്റർവ്യൂ എല്ലാം ചെയ്യണത്. ബട്ട് ഇങ്ങനത്തെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ഉണ്ട്, അവർ ഫെസിലിറ്റേറ്റ് ചെയ്യും. അവർ നിങ്ങളുടെ CV മേടിച്ച് അവർ ഒന്നും കൂടി അത് റീഇംബേഴ്സ് ചെയ്യാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. ബട്ട് ആക്ച്വൽ പ്രോസസ്സ്, ഇൻ്റർവ്യൂ എല്ലാം ചെയ്യണത് വാർഡ് മാനേജേഴ്സ് ആണ്. ഇപ്പം വാർഡായെങ്കിൽ വാർഡ് മാനേജേഴ്സ്, അല്ലെങ്കിൽ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആയെങ്കിൽ അവിടുത്തെ സർജറി മെയിൻ വാർഡ് മാനേജേഴ്സ്, അല്ലെങ്കിൽ സർജിക്കൽ തിയേറ്റർ ആയെങ്കിൽ തിയേറ്റർ മാനേജർ, അങ്ങനെയാണ് ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പം ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ഓൾസോ ടു ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ഇറ്റ്. ബട്ട് ഞാൻ ഇങ്ങനെ ഒരു പോയിന്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, റൈറ്റ് ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ദിസ് ഈസ് ദ ഗോൾഡൻ എറ ഫോർ നഴ്സസ് ടു കം ടു UK ആൻഡ് വർക്ക്. ഇപ്പം ദർ ആർ ഓപ്പണിങ്സ് എവ്രിവെയർ, ഓൾ ഓവർ ദ വേൾഡ്. UK ഇപ്പം top 5 ബെസ്റ്റ് പേയിങ് നേഷൻസിലും കൂടി ഇല്ല. ലൈക്ക് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ലക്സംബർഗ്, അതൊക്കെയാണ് ടോപ്പ് പേയിങ് കൺട്രീസ് ഫോർ നഴ്സസ്. ബട്ട് ഇവിടെ വരാൻ ഒന്നും കൂടി എളുപ്പമുണ്ട്. ബിക്കോസ് ഓഫ് ദ കോവിഡ് സിറ്റുവേഷൻ ആൻഡ് ബ്രെക്സിറ്റ് ആയ കാരണം കുറേ നഴ്സസിന് ആവശ്യമുണ്ട്. ദേ ആർ ഇൻ നീഡ് ഓഫ് യു. ഓക്കെ,
That is the main point we have to take from here. ഇവിടെ വന്നിട്ട് പിന്നെ ഒന്നോ രണ്ടോ കൊല്ലം ജോലി ചെയ്തിട്ട് ഇപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോവാം. ദാറ്റ് ഈസ് എ ഗുഡ് ഐഡിയ ആസ് വെൽ. ബിക്കോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രാവൽ നഴ്സസ്, അത് നല്ലൊരു കോൺസെപ്റ്റാണ്. യു ക്യാൻ സീ മെനി കൺട്രീസ് ആസ് വെൽ. ബട്ട് UK എന്ന് പറയുമ്പം ഒന്നും കൂടി നമ്മുടെ ഒരു ഇന്ത്യയിലെ ഒരു ബെറ്റർ പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് ഇതാക്കുക. കാരണം ഇവിടെ ഡെമോക്രസി ആണ്, ഹെൽപ്ഫുൾ ആണ് കുറേ എല്ലാം. UK എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയാം. കാരണം നമ്മൾക്കും ഡെമോക്രാറ്റിക് കൺട്രിയാണ്, വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് ഇന്ത്യ. അപ്പം അതേപോലെയാണ് UK ഡെമോക്രാറ്റിക് കൺട്രിയാണ്. പിന്നെ കുറേ ഹെൽപ്ഫുൾ ഏജൻസീസ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ പേടിച്ച് എങ്ങനെ കുടുങ്ങുമോ നമ്മൾ പോയി അങ്ങനെയെല്ലാം വറി ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ട്. അതേപോലെ ഇവിടുത്തെ ടെൽഫേർഡ് കൗൺസിലർ ആയാലും എല്ലാം ഇന്ത്യൻ ഒറിജിൻ പീപ്പിളാണ്. നമ്മൾക്ക് അപ്രോച്ച് ചെയ്യാം. അങ്ങനെ നമുക്കൊരു വാട്സാപ്പ് സെറ്റപ്പ് എല്ലാം. ഈ വന്ന 200 and odd നഴ്സസ് അവരെല്ലാം ഒരു വാട്സാപ്പ് ഗ്രൂപ്പും ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ ഹെൽപ്ഫുൾ നേച്ചറാണ് ഇവിടുത്തെ കൗൺസിലർ ആയാലും. നമ്മൾ പോയി ഏതെങ്കിലും നമ്മളിങ്ങനെ ഇപ്പം ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇപ്പം വർക്ക് പ്ലേസിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടോക്ക്. മെൻറ്റോർ എല്ലാം ഉണ്ട്, മെൻറ്റോർ സിസ്റ്റം ഉണ്ട്. അപ്പം ഇപ്പം വരുന്നതാണ്. പണ്ട് വന്ന നഴ്സസിൻ്റെ രീതി ചോദിച്ചു നോക്കിയാൽ അറിയാം, കുറേ ഡിഫിക്കൽട്ടീസ് അവർ കടന്നു പോയിട്ടുണ്ട്. ബട്ട് ഇപ്പം ഒന്നും കൂടി ഇങ്ങനെ ആക്സെപ്റ്റബിൾ ആണ്. പണ്ട് വന്ന നഴ്സസ് ഇപ്പം 10 years ഒരു 20 years മുമ്പെല്ലാം ഞങ്ങൾ വന്ന ടൈമിൽ ഒന്നും ഞങ്ങൾക്ക് ഈവൻ ഷാഡോയിങ്ങോ അങ്ങനെ ഒന്നും ചെയ്തിട്ട് ഈ 2-3 years ഈ ബ്രെക്സിറ്റിലും മുമ്പ് വരെ നഴ്സസ് റിക്രൂട്ട് ചെയ്ത് വരുന്ന നഴ്സസിനൊന്നും ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ബ്രെക്സിറ്റും ഈ കോവിഡ് പാൻഡമിക്കും എല്ലാം വന്ന കാരണമാണ് കൂടുതലും അവർ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, മെൻറ്റോർഷിപ്പ് ഉണ്ട്. അപ് ടു ഈവൻ 1 year വരെ പുതിയതായിട്ട് വരുന്നവർക്ക് മെൻറ്റോർ ചെയ്യുന്നുണ്ട്. അപ്പം ഇറ്റ്സ് എ ഗുഡ് ഫെസിലിറ്റി. അപ്പം നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി. ഇപ്പം ഇവിടെ നിന്നിട്ട് ഇവിടത്തേലും നല്ലോണം സാലറി ഉള്ള സ്ഥലത്തേക്ക് പോവാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം. അത് അപ് ടു യു. ഇറ്റ് ഈസ് ഓൾ ഇൻ യുവർ ഹാൻഡ്. ഐ സെഡ് ഇറ്റ്സ് എ ഗോൾഡൻ എറ ഫോർ നഴ്സസ് to come here and work. The sky is the limit, because you can, it's in your hands where you want to go. But of course UK has a very good opening, and I'll tell you all the requisites of NMC, be it IELTS or OET, whichever exams you cleared. I'll tell you what the scores are, and you can apply through marks international. അപ്പം നിങ്ങൾ OET ആണ് പാസ്സായെങ്കിൽ, വിച്ച് ഇസ് ഓക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. NMC ആക്സെപ്റ്റ് ചെയ്യണത് അറ്റ്ലീസ്റ്റ് a C+ grade in the writing section. Okay, at least a B grade in the reading, listening and speaking section. അപ്പോൾ NMC പറയണത് combining OET test scores. That means you can achieve a required marks across 2 test sittings if you set the test within 6 months of each other. You're tested in all 4 sections at the same time. All grades in both sittings are above grade C+, and you achieve at least grade C+ in the writing section and at least a grade B in the reading, listening and speaking sections in either of the 2 sittings. Now talking about the combined OET scores which are accepted. The applicant has scored at least grade B in the listening, speaking and reading sections, and at least grade C+ in the writing section in either of the 2 test sittings, and no score is lower than grade C+. Okay, that's the accepted combined OET scores. So I'm showing you a slide of combined OET scores which are not accepted. That is, in the test 1 and test 2 I have made a slide which shows the listening, reading, writing and speaking. So test 1, if you get a C+ in listening, reading a B, and writing a B, and speaking a B, and test 2 you get a C, reading a B,
writing C plus and speaking a B, this application won't be accepted. The applicant has scored lower than grade C plus. So that's why it's not accepted. So NMC also accepts IELTS scores, overall score of at least 7. That is, the combination would be the combination that is accepted is at least 7 in the listening, speaking and reading sections, and at least 6.5 in the writing section in either of the 2 sittings, and no score should be lower than 6.5. So talking about not accepted IELTS scores in 2 tests, in 2 sittings are listening, reading, writing, speaking. In the first test, if you get a 6 for listening, reading a 7.5, writing a 6.5, and speaking a 7. And in the second test, a 6.5, reading a 7, and writing 7.5, and speaking 7.5. This application would not be accepted. The applicant has a score lower than 6.5. So the main thing is your scores, IELTS or OET, whichever you did, and then you send your CV. Once you get an interview and get selected, then most of the things are free. Your air ticket, your accommodation for the first 2 months, and but you will have to work as band 4, like a healthcare, which is like nursing aid assistant or back home. So all that is free for the till you clear the OSCE and get a PIN number. Even OSCE, make sure that you check all of these information, because I'm just pointing you in the right direction and making this video so that it will be useful for you all. But it's your responsibility to check these facts, if it's correct or not, and go through the process. But I'll add the link of the facilitating agent. But you need to have the right scores, and once you get the interview and get through it, then most of your things are taken care of by the trust, NHS trust itself. They give you accommodation, they arrange for the OSCEs, and then also NMC registration, and you will be working. In fact, you will be working as band 4, which is like healthcare assistant. So you will be supported in that way as well, and you will be given an accommodation till you clear that exams. So that's the information I thought I will give you today, and the rest I'll add the link in the description box of all the agency that I spoke to you about. And if you like this video, please like, share and subscribe. Thank you.